വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പണം എവിടെ കൊണ്ടുവരണം എന്നുള്ള സ്ഥലം പിന്നീട് പറയാം എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ അങ്ങോട്ട് വിഷമിക്കുകയാണ്. അന്നേരം എന്താ മോളെ ഇനി നമ്മൾ ചെയ്യുക എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ അവരാവശ്യപ്പെട്ട പണം കൊടുക്കാം, ഇനി പോലീസുകാർ അറിയാതെ വേണം നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് റസാഖിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ റസാഖാണെങ്കിൽ സോമശേഖരനെയൊക്കെ ആകെ വഴക്ക് പറയുകയാണ്. അവന്മാർ പണം നമ്മുടെ മുന്നിലൂടെയാണ് കൊണ്ടുപോയത്, പിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ കളക്ടറുടെ സ്പെഷ്യൽ നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ നമ്മൾ അവരുടെ പിറകെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ അറിയരുത് എന്നുള്ളത്, അതുകൊണ്ട് കുറച്ച് മാറിയല്ലേ നിന്നതെന്ന് പറയുകയാണ്. എന്നിട്ടിപ്പോൾ എന്തായി, അവരെ പിടിക്കാൻ പറ്റിയില്ലല്ലോ, നമുക്ക് വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരികയെന്ന് മാത്രമല്ലായിരുന്നല്ലോ ഉദ്ദേശം, അവരെ പിടിക്കുക എന്നുകൂടി ഇല്ലായിരുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട്. അന്നേരം മാഡം വന്നാലേ ഇനി എന്തെങ്കിലും മുന്നോട്ട് നടപടി എടുക്കാൻ പറ്റുമെന്ന് സോമശേഖരൻ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ആകെ ദേഷ്യത്തിലാണ് കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പിന്നെ റസാഖിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പണവും മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എന്നുള്ളത്, വിഷ്ണുവേട്ടൻ്റെ ജീവനാണ് രക്ഷിക്കേണ്ടതെന്നുള്ളത്, എന്നിട്ടിപ്പോൾ എന്തായി എന്നിങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. റസാഖ് പറഞ്ഞിട്ടല്ലേ പിന്നെ ഞാൻ പണം കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് റസാഖ് പറഞ്ഞ ഒരു കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചു. അതുപോലെ ഞാനും പറഞ്ഞില്ലായിരുന്നു പോലീസ് എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അവരെ അറിയരുതെന്ന്, പക്ഷെ നിങ്ങൾക്ക് വാക്ക് പാലിക്കാനായിട്ട് സാധിച്ചില്ല, എന്നിട്ടിപ്പോൾ എന്തായി എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അവർ പിന്നീട് വിളിച്ചു എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ പക്ഷേ അവരുടെ ചില ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചു, ഇനി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ റസാഖ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ മാഡം പണം കൊടുത്ത് ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു, കൊടിയ ക്രിമിനലുകളുടെ മുന്നിൽ തോൽക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലാതെ പിന്നെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് എന്തായി, നിങ്ങൾക്ക് അത് രക്ഷിക്കാനായിട്ടും അവരെ പിടിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, ഇനി നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട, വിഷ്ണുവേട്ടൻ്റെ ജീവൻ വെച്ച് കളിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു സഹായവും എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനി കാറിലേക്ക് കയറാൻ തുടങ്ങും. മേഡം മേഡം എന്ന് പറഞ്ഞ് റസാഖ് ചെല്ലുന്നുണ്ട്. അന്നേരം ഇല്ല, പിന്നെ ഇനി ഒരു സഹായവും എനിക്ക് വേണ്ട, നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് വിഷ്ണുവേട്ടൻ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല, വിഷ്ണുവേട്ടനെ പുറത്ത് കൊണ്ടുവരിക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശാലിനിയാണെങ്കിൽ കാറിൽ കയറി പോകുന്നുണ്ട്. അന്നേരം റസാഖ് ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ആ ജീപ്പിൻ്റെ ബോണറ്റ് ഇങ്ങനെ കൈവച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിലെ മഹേന്ദ്രനാണെങ്കിൽ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മലയെ വിളിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തേന്ന് പറയുകയാണ്, വല്ലാത്ത ദാഹം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് ഇന്നലെ ഗോതമ്പിലി ഒന്നും അല്ലല്ലോ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലും കഴിക്കണമെന്നുണ്ടോ, ദാഹം നീ വെള്ളം എടുക്കുമെന്ന് പറയുകയാണ്. പക്ഷേ വെള്ളം എടുക്കാൻ പോകാതെ നിർമ്മല അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതെ ശിവനെ എങ്ങനെ വിട്ടാൽ ശരിയാകുമോ, ഇന്നലെ പോയ ചെക്കനാണ്, ഇതുവരെ വന്നിട്ടില്ല, ഇതിപ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നേരെ നിന്ന് മിണ്ടാൻ പോലും എനിക്കിപ്പോൾ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മക്കൾ തന്നോടൊപ്പം വളർന്നാൽ താൻ എന്നാണ് വിളിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മളെ താനെന്നാണ് അവരിങ്ങോട്ട് വിളിക്കുന്നത്, ഇതിപ്പോൾ സഹിച്ചല്ലേ പറ്റൂ, എന്തായാലും വരട്ടെ, ഒന്ന് സംസാരിച്ച് നോക്കാം, വീടിനോടും ചേർന്ന് പോകണമെന്നൊന്ന് പറഞ്ഞ് നോക്കാം, കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് വെള്ളം എടുക്കുന്നിങ്ങനെ പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ടും നിർമ്മല അവിടെ നിന്ന് സംസാരിക്കുകയാണ്, നമുക്ക് അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കുക, ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നേരെ ആവും എന്നൊക്കെ പറയുകയാണ്. പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ച് ചുണയോടുകൂടി വളരണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ഇതിപ്പോൾ ചുണ അല്പം കൂടിപ്പോയി, എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിർമ്മല ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു പെങ്കൊച്ചിൻ്റെ കണ്ണീര് കൂടിയുടെ വീഴ്ത്തിക്കണമെന്നൊക്കെ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുകയാണ്, ആ പെങ്കൊച്ചിൻ്റെ പേരെന്താണ്, അന്നേരം ഏതെന്ന് ചോദിക്കുമ്പോൾ ആ ശിവൻ്റെ പിന്നാലെ നടക്കുന്ന യോഹന്നാൻ്റെ പെങ്കൊച്ചില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഡെയ്സി എന്നിങ്ങനെ നിർമ്മല പറയുന്നുണ്ട്. അന്നേരം യോഹന്നാൻ്റെ കുത്തിത്തിരുമ്പെന്നോ അവനില്ലാന്ന് തോന്നുന്നു, ശിവനോട് വലിയ കാര്യമാണെന്നൊക്കെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. ഇതേസമയം ഡെയ്സി ആണെങ്കിൽ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സ്കൂട്ടിയും മുറ്റത്ത് നിർത്തിയിട്ട് ആൻറ്റി എന്നും പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ഇങ്ങനെ നിർമ്മല ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ വെപ്രാളം കൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശിവനെ അവരെല്ലാവരും കൂടി കൊല്ലാറാക്കി എന്ന് പറയുകയാണ്. അന്നേരം കൊല്ലാറാക്കിയെന്നോ എന്നിങ്ങനെ മഹേന്ദ്രൻ ചോദിക്കുമ്പോൾ ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഡെയ്സി ആണെങ്കിൽ ഇവർ രണ്ടുപേരോടും പറയുകയാണ്. അന്നേരം എൻ്റെ മോൻ എന്നും പറഞ്ഞ് നിർമ്മല ആകെ കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഈ സമയത്ത് മഹേന്ദ്രന് ഒരു ഫോൺ വരുന്നുണ്ട്. ഒരു സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് വിളിക്കുന്നത്, മഹേന്ദ്രൻ്റെ സുഹൃത്ത് കൂടിയാണ്. അന്നേരം ഞാൻ മാധവൻ എന്നാണെന്നോ പേര് പറയുന്നുണ്ട്. അന്നേരം എന്താണ് ചോദിക്കുമ്പോൾ ശിവനെ ഒരു അപകടം പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അവൻ എന്തെങ്കിലും കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ മഹേന്ദ്രൻ വരും, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് മഹേന്ദ്രൻ ഇവരോട് പറയുന്നുണ്ട്, അവൻ ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ കാണിക്കുന്നുള്ളൂ, പക്ഷെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്.
അതേസമയം ശാലിനിയാണെങ്കിൽ ഒരു ജ്വല്ലറി ഉടമയെ വിളിക്കുന്നുണ്ട് പൈസയ്ക്കായിട്ട്. മുൻപാണെങ്കിൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും ആ ഒരു പിന്നെ ഒരു കുട്ടിയുടെ മാലയൊക്കെ കാണാതെ പോയപ്പോൾ കല്യാണത്തിന് വെച്ചിരുന്ന ആ ഒരു സ്വർണ്ണ ഓട്ടോയിൽ വിഷ്ണുവിൻ്റെ ഓട്ടോയിൽ കളഞ്ഞു പോയല്ലോ. അപ്പോൾ അത് ശാന്തയാണെങ്കിൽ വിൽക്കാൻ കൊണ്ടുപോയ ആ ഒരു ജ്വല്ലറി ഉടമയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പവിത്രം ജ്വല്ലറി ഉടമ വിജയകുമാറിൻ്റെ പേരാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം മാഡത്തിൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ പേരുണ്ടാവുക എന്നുള്ളത് പിന്നെ സന്തോഷം തന്നെയാണെന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഈ പൈസ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് പെട്ടി തുറന്ന് പൈസ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രാമേട്ടനും കൂടെ ഉണ്ട്. അന്നേരം ഇത് വളരെ ഉപകാരം, ഇത് എപ്പോൾ തിരിച്ചു തരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും 2 മാസത്തിനകം തിരിച്ചു തരാം, പലിശ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ വിജയകുമാർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഈ പെട്ടിയിൽ എത്ര പണമാണ് വെച്ച് തന്നത് അത് മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി, പലിശയൊക്കെ തന്നാൽ ഞാൻ വെറും പലിശക്കാരനായി പോവില്ലേ, മാഡത്തിൻ്റെ സുഹൃത്തല്ലാതാവില്ലേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശാലിനി ഇങ്ങനെ നന്ദിയോടെ നിൽക്കുകയാണ്. എന്നിട്ട് പൈസ വാങ്ങി പെട്ടിയും കൈ പിടിച്ച് ശാലിനി നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പണവുമായിട്ട് കാറി പോകുന്നുണ്ട്. ഇനി അവർ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് വിഷ്ണുവിനെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമാണ് ശാലിനിയുടെ മനസ്സിലുള്ളത്. എന്നിട്ട് വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിഷ്ണുവിനെയാണോ ഡാനിയലിൻ്റെ നമ്പറിലാണോ എന്ന് കാണിക്കുന്നില്ല. സ്വിച്ച് ഓഫ് പറയുമ്പോൾ ശാലിനിയാകെ ടെൻഷൻ ആവുകയാണ്. രാമേട്ട ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. ഇതേസമയം മഹേന്ദ്രനും ഡെയ്സിയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശിവനവിടെ ഓർമ്മയൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ ശിവന് നെഞ്ചൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാലും പതി എണീച്ച് കട്ടിലിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ഇരിക്കുകയാണ്. അന്നേരം മഹേന്ദ്രൻ വന്ന റൂം തുറക്കുമ്പോൾ ശിവനിങ്ങനെ ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇവിടെ സുഖചികിത്സയ്ക്ക് വന്നിരിക്കുകയാണോ, അവനിട്ട് അവന്മാർക്കിട്ട് 2 എണ്ണനെയും തീർത്തിട്ട് നീ വന്ന് ഇവിടെ കിടന്നാൽ മതി, അല്ലാതെ അടി പിന്നെ വാങ്ങിച്ചല്ലല്ലോ ശീലം, കൊടുത്തല്ലേ ശീലം, പിന്നെ നീ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, എഴുന്നേക്കിടാന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവനെ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് പറയട്ടെ എന്ന് ഡേസി പറയുമ്പോൾ ഒന്നും മിണ്ടാതിരി വെച്ചേ, ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ ആങ്ങളയുടെ കാര്യമൊക്കെ തീർന്നു, അവന്മാരൊന്നും ഇനിയില്ല, ഇങ്ങനെ ഇത് പിന്നെ എൻ്റെ മകനാണെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് നീ ഇങ്ങോട്ട് വന്നേടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേന്ദ്രനെ വിളിക്കുകയാണ്. അവന്മാരെ തീർത്തിട്ട് വന്നാൽ നീ ജയിലിൽ കയറാതെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വാന്നും പറഞ്ഞങ്ങോട്ട് ശിവനെയും കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം ഡോക്ടറും 2 നേഴ്സും കൂടെ വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സാധാരണ ഇവൻ അടി കൊടുക്കാറാണ് പതിവ്, ഇന്ന് ഇവൻ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അത് പറ്റില്ല, വാങ്ങിയവർക്ക് അടിച്ചവർക്ക് തിരിച്ചു കൊടുത്തിട്ടേ പറ്റൂ, ഇത് മാണിക്കോത്ത് കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, ഇവനെ കൊണ്ടുപോയി അവന്മാർക്ക് കൊടുത്തിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ അങ്ങനെ അനങ്ങാനൊന്നും പാടില്ല എന്ന് പറയുക. അന്നേരം അയ്യോ അവൻ അനങ്ങണ്ട, ഞാൻ അനങ്ങിക്കോളാം, ഞാൻ അവന്മാർക്കിട്ട് കൊടുക്കുന്നത് ഇവനൊന്ന് കാണണം, അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ശിവനിങ്ങനെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ശിവൻ അന്നേരം നെഞ്ചൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അവിടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം പിന്നെ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെയാണ് ഈ ശിവനെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് തൻ്റെ ഒരു പ്രതികാരം, വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഡേസി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പിടിച്ച് കിടത്ത് എന്നിങ്ങനെ നഴ്സുമാരോട് പറയുമ്പോൾ നഴ്സിങ്ങിന് അടുത്തേക്ക് വരുമ്പോൾ വേണ്ട ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശിവൻ പതിയെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം, നീ ഇവിടെ ഇരിക്ക്, പിന്നെ അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളതൊന്നും അല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് മഹേന്ദ്രൻ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ ക്യാബിലേക്ക് ചെന്നുണ്ട്. മഹേന്ദ്രനോട് ഇരിക്കാനൊക്കെ പറയുകയാണ്. അന്നേരം എന്താ ഡോക്ടർ ചോദിക്കുമ്പോൾ ശിവൻ അടി കൊണ്ടതുകൊണ്ടല്ല ഇവിടെ ഇങ്ങനെ ഒന്ന് കിടക്കേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശിവൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ പോലും നേരെവണ്ണം നടക്കുന്നില്ല, പിന്നെ ചില ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ ആകെ അങ്ങ് പേടിക്കുകയാണ്. അന്നേരം ഡോക്ടർ, ഞാൻ പാരമ്പര്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാമല്ലോ, എൻ്റെ മകനും കൂടി അത് എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, റിസൾട്ട് വരട്ടെ, പക്ഷേ അതുവരെ ശിവന് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്, പിന്നെ ബെഡിൽ നിന്നും അനങ്ങാൻ പോലും പാടില്ല, ആദ്യം മകൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്, പിന്നെയല്ലേ പ്രതികാരം എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഡോക്ടർ എന്നും പറഞ്ഞിട്ട് മഹേന്ദ്രനെ ആകെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സി ആണെങ്കിൽ അവിടെ ശിവൻ്റെ അടുത്ത് നിന്ന് ആകെ കരച്ചിലും ബഹളവും ഒക്കെയാണ്. അന്നേരം കരയുണ്ടാവും, എനിക്കൊന്നുമില്ല എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം എന്നാലും ഞാൻ കാരണം നിനക്ക് എന്ന് പറയുമ്പോൾ ഡേവിസ് എന്തും ചെയ്യുമായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. മഹേന്ദ്രനെ കാണുമ്പോൾ ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അച്ഛാ ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ വേണ്ട നീ ഇരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അത് അച്ഛാ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ ആലോചിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രൻ്റെ ആ മുഖത്തെ വിഷമം എന്തോ ശിവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശിവന് മഹേന്ദ്രൻ മുഖം കൊടുക്കുന്നുമില്ല, അങ്ങ് കരഞ്ഞ ഒരു സങ്കടമൊക്കെ വരികയാണ്. ഡെയ്സി ഇത് ശ്രദ്ധിച്ചു ഇരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആ ഒരു പിന്നെ ഹാർട്ടിനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ ശിവൻ ഉണ്ടാകുമായിരിക്കും. ആ ഒരു ചവിട്ടൊക്കെ ഏറ്റപ്പോൾ
എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിന് റിസൾട്ടൊക്കെ വന്നാലേ അറിയത്തുള്ളൂ. അല്ലാതെ ആ ഒരു അടി തിരിച്ചടിക്കാത്തതിന് അടി കൊണ്ടതിലല്ല ശിവനിങ്ങനെ വന്നിരിക്കുന്നതെന്നാണ് ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേസമയം ശാലിനിയാണെങ്കിൽ പൈസയൊക്കെ ഒപ്പിച്ചിട്ട് ഡാനിയലിനെ തിരിച്ച് ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡാനിയലിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ വീണ്ടും റസാഖിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സോമശേഖരനും എല്ലാവരും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇനി എന്താ റസാഖ് ചെയ്യേണ്ടത്? പൈസ ഫുള്ള് സംഘടിപ്പിച്ചു എന്നിട്ട് അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എടുക്കുന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്, ചോദിക്കുന്നുണ്ട്. അന്നേരം റസാഖ് പറയുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക, എൻ്റെ ഒരു ഊഹാപോഹം അനുസരിച്ച് നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അവരാദ്യം പണം ആവശ്യപ്പെട്ടു നമ്മൾ പൈസയുമായിട്ട് ചെന്നു. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ രണ്ട് ഇതാണ് കുറവായിട്ട് പറയുന്നത്. ഒന്നാമത് നമ്മൾ അവരാവശ്യപ്പെട്ട തുക മുഴുവനായിട്ടില്ല. രണ്ടാമത് പോലീസിൻ്റെ സാന്നിധ്യം, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ രണ്ടാമത് മാഡം അവരാവശ്യപ്പെട്ട പൈസ ഫുള്ളായിട്ട് ഇരട്ടി തുകയാണ് ആവശ്യപ്പെട്ടത്. അത് ഫുള്ളായിട്ട് സംഘടിപ്പിച്ച് കൊണ്ട് ചെന്നപ്പോഴും അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു എന്ന ഒരാൾ അവരുടെ കയ്യിൽ ഇല്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം റസാഖ് എന്തായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുകിൽ അവരിപ്പോൾ നമ്മളിലേക്ക് അവർ വാക്കാലെ പറഞ്ഞൊരു അറിവ് മാത്രമല്ലേ ഉള്ളൂ വിഷ്ണു അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ആളിൻ്റെ ഒരു ഫോട്ടോയോ ശബ്ദ സന്ദേശമോ ഒന്നും നമുക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ വെറുതെ ഇങ്ങനെ വല വിരിച്ചതായിരിക്കുമോ എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ക്യാഷ് അവർ കളയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ തിരിച്ച് കിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ അവിടെ വേറെന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നുകിൽ വിഷ്ണു അവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ മാഡം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ കാണും എന്നിങ്ങനെ പറയുന്നുണ്ട്. സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലും എന്നിങ്ങനെയൊക്കെ റസാഖ് പറയുന്നുണ്ട്. അന്നേരം അവരിലേക്ക് എത്താനായിട്ട് ഇനി ഒരു വഴിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അല്ല, ഈ ഓൺലൈൻ പരിപാടികളും ചീറ്റിങ്ങും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസത്തെ ശ്രമമേ അവർ കാണിക്കുകയുള്ളൂ. പിന്നീട് അവർ പിടിക്കപ്പെടുമെന്നുള്ളൊരു ഭയം കാണും. അതുകൊണ്ട് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഇത്രയും പണം ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധ്യതയൊന്നുമില്ല. പിന്നെ ഒന്നുകിൽ അവരുടെ ഫോൺ ഓണാവണം. ഫോൺ ഓണായാൽ അവരൊരു സിം മാറ്റിയിടുക, എന്തെങ്കിലും ചെയ്താൽ അവരിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അല്ലാതെ ഇവിടെ വഴിയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഒന്നുകിൽ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷ്ണു അവരിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ചെറിയൊരു പ്രതീക്ഷ വരുന്നുണ്ട്. ഞാനിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് റസാഖ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഡം ഈ പണം എവിടെ നിന്നാണ് വാങ്ങിച്ചത് അത് അവിടെ തിരിച്ചേൽപ്പിക്കുക, ഇനി എന്തായാലും ഇതിൻ്റെ ആവശ്യം വരില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത്രയും കാണിക്കുന്നത്. അന്നേരം ശാലിനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ഇത്തിരി വീട്ടിൽ ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ കാണുമെന്നുള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയിലും ശാലിനി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും അവിടെ ചിലപ്പോൾ ആ കിട്ടിയ പണം അവർ പിന്നെ ഡാനിയലിനും ആവശ്യപ്പെട്ട തുകയും കൊടുത്തിട്ട് വിഷ്ണു തൻ്റെ ചികിത്സയ്ക്കുള്ളത് മാറ്റിക്കാണും. അപ്പോൾ വിഷ്ണു തിരികെ വീട്ടിലെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. മിക്കവാറും ശാലിനി ചെല്ലുമ്പോൾ വിഷ്ണു വീട്ടിൽ കാണുമായിരിക്കും. നമുക്ക് അടുത്ത പ്രമോയോ കമ്മിങ് സൂൺ പ്രമോയോ ഒക്കെ വന്നാലേ അറിയത്തുള്ളൂ എന്താകുമെന്നുള്ളത്. പിന്നീട് അവിടെ ശിവനും ശാരീരികമായിട്ട് ഇതൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ശിവൻ്റെ കാര്യമൊക്കെ എന്താകും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.